പുരാതന കാലത്ത് മനുഷ്യർ കാട്ടിലും ഗുഹകളിലുമായിരുന്നു താമസിച്ചിരുന്നു. മൃഗങ്ങളെ വേട്ടയാടാനും രക്ഷ നേടാനും അവർ പരുക്കൻ കല്ലുകൾ ഉപയോഗിച്ചു. അക്കാലത്താണ് മനുഷ്യർ തീ ഉപയോഗിക്കാൻ തുടങ്ങിയത്. കാട്ടിൽ നിന്ന് കിട്ടുന്ന കിഴങ്ങുകളും പഴങ്ങളും വേട്ടയാടി കിട്ടുന്ന മാംസവും അവർ ആഹാരമാക്കി. പിന്നീട് ആയുധങ്ങൾ മിനുസമുള്ളതും മൂർച്ചയുമായി മാറി. ഈ കാലഘട്ടമാണ് നവീന ശിലായുഗം. മനുഷ്യർ ചെമ്പ് കണ്ടെത്തി. കല്ലുകൊണ്ടും ചെമ്പുകൊണ്ടുമുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ച ഈ കാലഘട്ടം താമ്രശിലായുഗം എന്നറിയപ്പെടുന്നു. പിന്നീട് ചെമ്പും ഈയവും ചേർത്ത് വെങ്കലം അഥവാ ഓട് നിർമ്മിച്ചു. ഇത് വെങ്കലയുഗം എന്നറിയപ്പെടുന്നു. നദീതടങ്ങളിൽ വമ്പിച്ച സംസ്കാരങ്ങൾ വളർന്നു വന്നു. യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദികൾക്കിടയിൽ മെസോപ്പൊട്ടേമിയൻ സംസ്കാരം നിലനിന്നിരുന്നു. നൈൽ നദീതടത്തിലാണ് ഈജിപ്ഷ്യൻ സംസ്കാരം വളർന്നത്. പിരമിഡുകൾ നിർമ്മിച്ചതും ഹൈറോഗ്ലിഫിക്സ് ലിപി രൂപപ്പെടുത്തിയതും ഈവരാണ്. സിന്ധു നദീതടത്തിലാണ് ഹരപ്പൻ സംസ്കാരം വികാസം പ്രാപിച്ചത്. ചുട്ട ഇഷ്ടിക കൊണ്ടുള്ള വീടുകളും മഹാസ്നാനഘട്ടവും ഇവരുടെ പ്രത്യേകതകളാണ്. ഹൊയാങ്ഹോ നദീതടത്തിലാണ് ചൈനീസ് സംസ്കാരം നിലനിന്നിരുന്നത്. വെങ്കല ശില്പങ്ങൾ നിർമ്മിക്കുന്നതിൽ അവർ വിദഗ്ധരായിരുന്നു. കല്ലുകളിൽ നിന്ന് വൻ നഗരങ്ങളിലേക്കുള്ള മനുഷ്യന്റെ വളർച്ച അത്ഭുതകരമാണ്. ഇതാണ് കല്ലിൽ നിന്ന് ലോഹത്തിലേക്കുള്ള യാത്ര. കൂടുതൽ പഠന വീഡിയോകൾക്കായി ഡിജിഹബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.